ഫാറ്റി ലിവർ എന്ന് പറഞ്ഞത് അത് ലിവറിൻ്റെ ഉള്ളിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുമ്പോഴാണ് ഫാറ്റ് ലിവർ. അത് കാരണം ലിവറിൻ്റെ സൈസ് എൻലാർജ്ഡ് ആവും. ഇതിന് നോർമലി രണ്ട് കോമൺ കാരണങ്ങളാണ്. ഒന്ന് ഏറ്റവും കോമൺ ആയിട്ട് ആൽക്കഹോൾ. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചല്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും. അത് ആൽക്കഹോൾ അല്ലാതെയും ഫാറ്റ് ലിവർ വരാം. അതിൻ്റെ കാരണം നമ്മുടെ നോർമലി ഡയറ്റും ലൈഫ് സ്റ്റൈലാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഡ്യൂസ് ഡിസീസാണ് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റ് ലിവറിൻ്റെ മെയിൻ പ്രശ്നം ഇതിന് സിംറ്റംസ് ഇല്ല. അപ്പം നമുക്കിത് അറിയാൻ പറ്റാൻ ഒരു വഴിയുമില്ല. ലിവർ ഡിസീസ് അത്ര സീരിയസ് ആയി കഴിഞ്ഞ് ടെർമിനൽ സ്റ്റേജിൽ നമുക്ക് ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലെന്ന് അറിയാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി വൈകിപ്പോയി. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസ് എല്ലാവരും ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റിൽ കൂടെയോ അഥവാ അൾട്രാസൗണ്ടിൽ കൂടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയബറ്റീസ് മെലൈറ്റിസ്, ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ അതായത് കൊളസ്ട്രോൾ, ഈ പ്രശ്നങ്ങളുള്ള പേഷ്യൻസാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ. അറൗണ്ട് 80% ഈ ഫാറ്റിലുള്ള ആൾക്കാർക്കും അത് സീരിയസ് ആകില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, അത് പ്രോഗ്രസ് ചെയ്യില്ല. പക്ഷേ ഒരു 10 to 20% ആൾക്കാരിൽ ഫാറ്റി ലിവർ ഡിസീസ് പതുക്കെ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഫാറ്റ് കാരണം ലിവറിൽ ഡാമേജ് വരും. ആ ഡാമേജ് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ വിതിൻ 10 years അല്ലെങ്കിൽ 15 years 20 yearsനുള്ളിൽ ലിവർ സിറോസിസ് എന്ന ഒരു അസുഖം വരാൻ അതായത് ഇറിവേഴ്സിബിൾ ലിവർ ഡാമേജ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. മെജോറിറ്റി 80% ഫാറ്റ് ലിവറിന് മെഡിക്കേഷൻസ് ആവശ്യമില്ല. കാരണം ഇറ്റ് ഇസ് ഒരു സിമ്പിൾ ഫാറ്റ് ലിവറാണ്. അത് ലിവറിനെ ഡാമേജ് ചെയ്യുന്നില്ല. അതിന് അവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഒരു 20% ആൾക്കാർ ഈ ലിവർ ഫാറ്റ് കാരണം ലിവറിൽ ഡാമേജ് വരുന്നത് അതിനെ വിളിക്കുന്നത് നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. ആ 10 to 20% ആൾക്കാർ ഇതിന് മെഡിക്കേഷൻസും എടുക്കണം. മെഡിക്കേഷൻസ് പ്രശ്നം ഇപ്പോഴുള്ള മെഡിക്കേഷൻസ് അത്ര വലിയ എഫക്റ്റ് ഇല്ല. സോ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ വിറ്റമിൻ ഇ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻസ് ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെയ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സാണ്. BMI ബിറ്റ്വീൻ 25 to 26 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അപ്പം നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. അതാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രീറ്റ്മെൻറ്റും പ്രിവെൻഷനും ഇത് തന്നെയാണ്. അപ്പം എക്സസൈസ്, വെയ്റ്റ് റിഡക്ഷൻ ആൻഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ ഫാറ്റ് ഡയറ്റ്. ഈ എണ്ണ പദാർത്ഥങ്ങളും ഓയിലി ഫുഡെല്ലാം നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഈ 3 മെത്തേഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കൂടെ നമ്മൾ ഫാറ്റ് ലിവറിനെ ട്രീറ്റ് ചെയ്യാനും മാത്രമല്ല പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും.